നിങ്ങളുടെ വീട്ടിൽ പൂച്ച വരാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ അധ്യായം മുഴുവനായും കേൾക്കണം. നമ്മുടെ പഴമക്കാർ പറയാറുണ്ട്, മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാൾ കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്ന്. അത് സത്യമാണ്. പ്രത്യേകിച്ച് പൂച്ചകൾക്ക്. ഒരു വീട്ടിലെ ഊർജം അല്ലെങ്കിൽ ആ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കാൻ പൂച്ചകൾക്ക് വല്ലാത്തൊരു കഴിവുണ്ട്. വെറുതെ ഒരു പൂച്ചയും ഒരു വീട്ടിലും സ്ഥിരമായി വന്ന് കയറില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി പൂച്ച വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൂച്ചകൾക്ക് നിങ്ങളുടെ വീട് പ്രിയപ്പെട്ടതാണെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്. ആ വീട്ടിൽ ഞാൻ ഈ പറയാൻ പോകുന്ന സ്വഭാവവിശേഷങ്ങളുള്ള ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാകും. ഇത് അച്ചിട്ടായ കാര്യമാണ്. പൂച്ചകൾക്ക് പ്രിയപ്പെട്ട വീടുകളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഉണ്ടാകും. ആരാണ് ആ വ്യക്തി? അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ പറയട്ടെ, പൂച്ചകൾ വീട്ടിൽ വരുന്നത് മഹാലക്ഷ്മി കടാക്ഷമാണ്. പുറത്തുനിന്ന് ഒരു പൂച്ച നിങ്ങളുടെ വീട്ടിലേക്ക് ഓടി വരുന്നത് ശുഭലക്ഷണമാണ്. പലരും പൂച്ചയെ കാണുമ്പോൾ ആട്ടിയോടിക്കാറുണ്ട്, ചിലർ ഉപദ്രവിക്കാറുണ്ട്. ദയവ് ചെയ്ത് അത് ചെയ്യരുത്. പൂച്ചയെ കണ്ടാൽ സ്നേഹത്തോടെ പെരുമാറുക, അതിന് അല്പം ഭക്ഷണം കൊടുക്കുക. അത് നിങ്ങളുടെ തറവാടിനും തലമുറയ്ക്കും ഗുണം ചെയ്യും. ഇനി കാര്യത്തിലേക്ക് കടക്കാം. പൂച്ചകൾ സ്ഥിരമായി വരുന്ന വീടുകളിൽ, അല്ലെങ്കിൽ പൂച്ചകളെ സ്നേഹിക്കുന്ന വീടുകളിൽ പ്രത്യേക സ്വഭാവമുള്ള ഒരാൾ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ആ വ്യക്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത, അവർ വലിയ പരോപകാരികളായിരിക്കും എന്നതാണ്. മറ്റുള്ളവരുടെ സങ്കടം കണ്ടാൽ സഹിക്കാൻ കഴിയാത്ത പ്രകൃതക്കാരായിരിക്കും ഇവർ. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർ ഓടിയെത്തും. വഴിയരികിൽ ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ അറിയാവുന്ന ആർക്കെങ്കിലും ഒരു ആപത്ത് വന്നാൽ രണ്ടാമതൊന്ന് ആലോചിക്കാതെ സഹായിക്കുന്നവരാണിവർ. പലപ്പോഴും സ്വന്തം കയ്യിൽ പണമില്ലെങ്കിൽ പോലും കടം വാങ്ങിച്ചിട്ടായാലും ഇവർ മറ്റുള്ളവരെ സഹായിക്കും. പക്ഷെ ഇവിടെയാണ് വിധിയുടെ വിളയാട്ടം. ഇവരിങ്ങോട്ട് എല്ലാവരെയും സഹായിക്കും, സ്നേഹിക്കും. പക്ഷേ തിരിച്ച് ഇവർക്ക് കിട്ടുന്നത് പലപ്പോഴും അവഗണനയും നന്ദികേടും മാത്രമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ പൂച്ച വരാറുണ്ടെങ്കിൽ ആ വീട്ടിൽ ഇങ്ങനെ ഒരാളില്ലേ? എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്ന, എന്നാൽ ആരിൽ നിന്നും തിരിച്ച് ഒന്നും കിട്ടാത്ത ഒരാൾ. ഇവരുടെ രണ്ടാമത്തെ പ്രത്യേകത എന്നത് പണത്തോടുള്ള ഇവരുടെ മനോഭാവമാണ്. ഇവർക്ക് പണം പിശുക്കി വെക്കാൻ അറിയില്ല. കയ്യിൽ പണം വന്നാൽ അത് അപ്പോൾ തന്നെ ചിലവഴിച്ചു കളയുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ. പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാകും ഇവർ പണം ചിലവാക്കുന്നത്. കൗതുകം തോന്നുന്ന എന്ത് സാധനം കണ്ടാലും അത് വാങ്ങാൻ ഇവർക്ക് തോന്നും. അത്യാവശ്യമാണോ എന്ന് ചിന്തിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ പണം നിൽക്കില്ല, സമ്പാദ്യം കുറവായിരിക്കും. പക്ഷെ ഇവിടെയാണ് ഈശ്വരന്റെ കളി. ഇവർക്കൊരാവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഇവർ സാമ്പത്തികമായി ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലും ഇവർക്ക് പണം വന്നെത്തും. അത് ദൈവത്തിന്റെ കയ്യൊപ്പാണ്. മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സുള്ളതുകൊണ്ട് ദൈവം ഇവരെ പട്ടിണിക്കിടില്ല. അത്ഭുതകരമായ രീതിയിൽ സാമ്പത്തിക സഹായം ഇവരെ തേടിയെത്തും. ഇനി മൂന്നാമത്തെ കാര്യം, ഇവർ വലിയ ഈശ്വര വിശ്വാസികളായിരിക്കും. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഇവർ തളരില്ല. കാരണം ഇവരുടെ കൂടെ ദൈവമുണ്ടെന്ന ഉറച്ച വിശ്വാസം ഇവർക്കുണ്ട്. ജീവിതത്തിൽ മരണത്തെ മുന്നിൽ കണ്ട സന്ദർഭങ്ങൾ വരെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. വലിയ അപകടങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അനുഭവങ്ങൾ ഇവർക്ക് പറയാനുണ്ടാകും. ഇതൊക്കെ ഇവരുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തിന്റെ തെളിവാണ്. പൂച്ചകൾക്ക് പോസിറ്റീവ് എനർജി തിരിച്ചറിയാൻ കഴിയും എന്ന് പറയാറില്ലേ? ഈ വ്യക്തികളിൽ നിന്ന് വരുന്ന ആ പോസിറ്റീവ് എനർജിയാണ് പൂച്ചകളെ ആകർഷിക്കുന്നത്.